जय राधा माधव कुंज बिहारी जय गोपी जन वल्लभ गिरिवरदारी जय गोपी जन वल्लभ गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुना तेरा वनचारी यमुना तेरा वनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय राधा माधव राधे जय जगन्नाथ बलदेवा जय सुभद्रमय जय गौरनिताय जय गौरानिताय जय कृष्ण बलराम जय कृष्ण बलराम जय जय प्रभुपाद जय जय प्रभुपाद जय गुरुदेव जय जय गुरुदेव जय श्री राधा माधव की जय श्री जगन्नाथ हरदेव सुभद्रा महाराज जी की जय श्री गौर निताय की जय गौर प्रेमानंदे ओम नमो भगवते वासुदेवाय नमो भगवते वासुदेवाय नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवयां भगवतीरुत्तमश्लोके भक्तिर्भवति नैष्टकी मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरं परमानन्दमाधवम् आनन्दलीलामय विग्रहाय हेमावदिव्याज विसुन्दराय तस्मै महाप्रेमरसप्रदाय चैतन्यचन्द्राय नमो नमस्ते चैतन्यचन्द्राय नमो नमस्ते चैतन्यचन्द्राय नमो नमस्ते हरे कृष्णा केൾക്കാം മാജി പ്രഭു അങ്ങനെ നിത്യം ഭാഗവത സേവയുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 1 ശ്ലോകം 3 വിവർത്തനത്തിലാണ്. ആ ശ്ലോകവും വിവർത്തനവും വായിച്ച ശേഷം ആ ഭാവാർത്ഥത്തിലേക്ക് പോകാം.
निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः. അല്ലയോ വിദഗ്ധരും ചിന്താശീലരുമായ ജനങ്ങളെ, വേദസാഹിത്യത്തിലെ ചിന്താമണി വൃക്ഷത്തിന്റെ പരിവൊക്ക ഫലമായ ശ്രീമദ് ഭാഗവതം ആസ്വദിക്കൂ. ശ്രീല സുഖദേവ ഗോസ്വാമിയുടെ അധരങ്ങളിൽ നിന്നാണ് അവ ഉത്ഭവിച്ചത്. ആകയാൽ മുക്താത്മാക്കൾ ഉൾപ്പെടെ എല്ലാവരും അതിയായി ഇഷ്ടപ്പെടുന്ന ഈ അമൃതരസം കൂടുതൽ ആസ്വാദ്യമായി തീർന്നിരിക്കുന്നു. നമ്മൾ ഇന്ന് തുടങ്ങേണ്ട ഭാവാർത്ഥം ഇവിടെ മുതലാണെന്ന് വിശ്വസിക്കുന്നു. സർവവേദ സാഹിത്യങ്ങളുടെയും, ശരിയല്ലേ മതി? 81 പേജ് ശരിയാണല്ലോ അല്ലെ? അതുകൂടെ വായിക്കാം. സർവവേദ സാഹിത്യങ്ങളുടെയും പരിപക്വ ഫലമായതിനാൽ മുക്താവസ്ഥയിൽ മാത്രം ആസ്വദിക്കാൻ സാധ്യമായ ആത്മീയ രസം ശ്രീമദ് ഭാഗവതത്തിലൂടെ അനുഭവ സാധ്യമെന്ന് ഈ ശ്ലോകത്തിൽ സുവ്യക്തമായി പ്രസ്താവിക്കുന്നു. ഈ അതീന്ദ്രിയ സാഹിത്യം സവിനയത്തോടെ ശ്രവിക്കുന്ന ഒരാൾക്ക് തന്റെ ഹൃദയ അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിലൂടെ ലഭിക്കുന്ന പരിപൂർണ ആനന്ദം പ്രാപ്തമാകുന്നു. എന്നാൽ ഭാഗവത സന്ദേശ ശ്രവണം ഉചിത കേന്ദ്രത്തിൽ നിന്ന് തന്നെ ആവുന്നതിന് അത്യന്തം ശ്രദ്ധിക്കണം. ആത്മീയ ലോകത്തിൽ നിന്നും വശപ്പെടുത്തിയ ശ്രീമദ് ഭാഗവതം തന്റെ ശിഷ്യനായ ശ്രീ വ്യാസദേവന് നാരദ മുനിയാൽ പ്രദാനം ചെയ്യപ്പെട്ടു. ശ്രീല വ്യാസദേവനിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്വപുത്രനായ ശ്രീല സുഖദേവ് ഗോസ്വാമിക്ക് ഈ പരിത്രാണ സന്ദേശം പരീക്ഷിത് മഹാരാജാവിന്റെ മൃത്യുവിന് വെറും 7 ദിവസം മുമ്പ് വിവരിച്ചു കൊടുത്തു. ശ്രീല സുഖദേവ് ഗോസ്വാമി ജന്മനാ മുക്താത്മാവായിരുന്നു. തന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നിർമുക്തനായതിനാൽ സുഖദേവ് ഗോസ്വാമി ഭൂജാതനായതിനു ശേഷം യാതൊരുവിധ ആത്മീയ പരിശീലനത്തിനും വ്യാപൃതനായിരുന്നില്ല. ആത്മീയ ബോധത്തിലോ അഥവാ ജ്ഞാനത്തിലോ സാംസാരിക ബോധത്തിലോ ആരും ജന്മന പര്യാപ്തമായി തീരുന്നില്ല. എന്നാൽ ശ്രീല സുഖദേവ് ഗോസ്വാമി ജന്മന പരിപൂർണ മുക്താത്മാവാകയാൽ ആത്മീയ സാക്ഷാത്കാരത്തിനായുള്ള പരിണാമിക പ്രക്രിയ ആചരിക്കേണ്ടതായിട്ടില്ല. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് ഉപരിയായ അതീന്ദ്രിയ അവസ്ഥയിൽ നിലകൊള്ളുന്ന പൂർണ്ണ മുക്തമായിരുന്നിട്ടും വേദ പ്രാർത്ഥനാ ഗീതങ്ങളാൽ മുക്താത്മാക്കൾ പൂജിക്കുന്ന പരമദിവ്യോത്ത പുരുഷന്റെ അതീന്ദ്രിയ രസത്തിൽ ശ്രീല സുഖദേവ് ഗോസ്വാമി ആകർഷിതനായി. സാംസ്കാരിക ജനങ്ങളെക്കാൾ ഉപരിയായി മുക്താത്മാക്കൾ പരമപുരുഷനായ ഭഗവാന്റെ ലീലകളിൽ അതീവ തൽപരരാകുന്നു. ഭഗവാൻ നിർവ്യക്തികനല്ലെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ. എന്തെന്നാൽ ഒരു വ്യക്തിക്ക് അഥവാ സ്വരൂപത്തിന് മാത്രമേ അതീന്ദ്രിയ രസം നിർവഹിക്കാൻ കഴിയൂ. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകൾ ആഖ്യാനം ചെയ്യുന്നതോടൊപ്പം കഥാഖ്യാനങ്ങളെ ക്രമാനുഗതമായി സുഖദേവ് ഗോസ്വാമിയാൽ വിശദമായി വർണ്ണിച്ചിരിക്കുന്നു. ആകയാൽ പരമപൂർണനുമായി ഐക്യം പ്രാപിക്കാൻ കാക്ഷിക്കുന്നവരും മുക്തി അന്വേഷകരും ഉൾപ്പെടെ എല്ലാതരം വ്യക്തികളെയും ശ്രീമദ് ഭാഗവതം ആകർഷിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപതാമഹ്യം ദദാതി സ്വതാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഗര രഘുനാഥാനിതം സജീവം സാദ്വൈതം സാവധൂതം പരിജന സകിലം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗുബിയോഗാധ രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസ്തുതേ ദിവേ നമാമി ഹരിപ്രിയേ. വംശകൽപദ്രൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ബുധലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നാമിനേ. നമസ്തേ സാരസ്വതേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. हरे कृष्णा. प्रभु शर्मा जी
അങ്ങനെ ഇന്നും ഒരു നല്ല അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യാനും അതിനെക്കുറിച്ച് കേൾക്കാനുമായിട്ടുള്ള ഇത് ഏറ്റവും ജീവിതത്തിലെ മനോഹരമായ ഒരു അവസരം തന്നെയാണ്. ആരും ഇതിനെ വളരെ ചെറുതായിട്ട് കാണരുത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ആരും അങ്ങനെ കാണുന്നില്ല എന്ന് അറിയാം, എന്നിരുന്നാലും ഓർമ്മപ്പെടുത്തുന്നു. ഇന്നലെ നമുക്ക് നരസിംഹ ജയന്തി ആഘോഷം ഉണ്ടായിരുന്നു അല്ലെ? എല്ലാവരും പങ്കെടുത്തു, അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടെന്ന് വിചാരിക്കുന്നു. ഏറ്റവും നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ. കാരണം ഒരു ഭക്തരക്ഷകനായിട്ട് ഭഗവാൻ അവതാരം ചെയ്ത ഒരു ദിവസം, അല്ലെങ്കിൽ ഭഗവാന്റെ മഹിമകളെ ഒന്നുകൂടി ഈ ലോകത്തിന് വിവരിച്ചു കൊടുക്കാൻ പ്രഹ്ലാദ് മഹാരാജാവിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് സാധിക്കും. കാരണം ഏതൊരു അവസ്ഥയിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും, ഏതൊരു അവസ്ഥയിലും അദ്ദേഹം നമ്മളെ കൈവിടുകയില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് നരസിംഹദേവൻ. കാരണം സാധാരണ അവതാരങ്ങളെ പോലെയല്ല നരസിംഹസ്വാമിയുടെ അവതാരം. നമുക്ക് നോക്കിയാൽ അറിയാം, പാതി മനുഷ്യരൂപവും പാതി മൃഗരൂപവുമുള്ള ഒരു വ്യത്യസ്തമായ ആനന്ദമായ ഒരു അത്ഭുതകരമായ ഒരു സവിശേഷ രൂപമാണ് ഇന്നലെ ഭഗവാൻ കൈക്കൊണ്ടത് അല്ലെ? കാരണം അത്രത്തോളം ഹിരണ്യകശിപു വരം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിധത്തിലും അദ്ദേഹത്തിന് മരണം കീഴ്പ്പെടുത്താൻ പാടില്ല എന്നുള്ള വിധത്തിൽ. പക്ഷെ എന്ത് ചെയ്യാൻ, കാലത്തിന്മേലെ നമ്മളെ കൊണ്ട് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും കാലം നമ്മളെ അപഹരിക്കപ്പെടുത്തും. അപ്പൊ അതിനെ അപഹരിക്കാൻ പറ്റാത്ത ഒരേ ഒരാള് ഈ പറഞ്ഞ പോലെ ഭക്തന്മാർ മാത്രമാണ്. അവർക്ക് കാലം അവരെ സ്പർശിക്കുകയില്ല. കാരണം അവരെപ്പോഴും കാലത്തിന്റെ അതീതനായ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. കാലം അവരെ ഒരിടത്ത് പോലും ടച്ച് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. സമയം, കാലം, ദേശം ഇതൊന്നും അവർക്ക് വ്യത്യസ്തമേ അല്ല. കാരണം അവരെ ഏതൊരു അവസ്ഥയിലും ഈ പറഞ്ഞ പോലെ മുക്താത്മാക്കളുടെ ഈ ശ്ലോകം നമുക്ക് നോക്കാം. അതിൽ നോക്കുന്നത് പോലെ അവരുടെ ഒരേ ഒരു തോട്ട് അല്ലെങ്കിൽ ഒരേ ഒരു ചിന്തനം ഭഗവാനെ സംപ്രീതിപ്പെടുത്തുക, ഭഗവാനെ പ്രകീർത്തിക്കുക, ഭഗവാന്റെ കീർത്തികൾ വാഴ്ത്തിപ്പാടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് അവർ കാലദേശത്തിനെല്ലാം അതീതരുമാണ്. അത് നമുക്ക് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം എന്താണെന്ന് വീണ്ടും വീണ്ടും ഈ 2-3 ശ്ലോകങ്ങളിൽ തന്നെ അടി ഉറപ്പിച്ച് പറയുകയാണ്. കാരണം ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും, ഓരോ ശ്ലോകങ്ങളും, ഓരോ ലീലകളെ കുറിച്ചും നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ എടുത്തെടുത്ത് പറയുന്നത്. സർവ്വവേദ സാഹിത്യങ്ങളിലെയും പരിപക്വ ഫലമായതിനാൽ മുക്താവസ്ഥയിൽ മാത്രം ആസ്വദിക്കാൻ സാധ്യമായ ഈ ആത്മീയ രസം ശ്രീമദ് ഭാഗവതത്തിലൂടെ അനുഭവ സാധ്യമെന്ന് ഈ ശ്ലോകത്തിൽ സുവ്യക്തമായി പ്രസ്താവിക്കുന്നു. അതായത് ഈ ശ്രീമദ് ഭാഗവതം ഒരു സാധാരണ ആൾക്കാർക്ക്, അല്ലെങ്കിൽ സാധാരണ ഭൗതികവാദികൾക്ക് അത് അത്രയും അനുഭവവേദ്യമാകാൻ ബുദ്ധിമുട്ടാണ്. അതിനെ വേദസാഹിത്യങ്ങൾ, ഇത് പറഞ്ഞിരിക്കുന്ന വേദസാഹിത്യങ്ങളുടെ ഫലങ്ങളും ഇല്ലെങ്കിൽ അതിന്റെ ശ്രുതികളും എല്ലാം മനസ്സിലാക്കാൻ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഭയങ്കര ശ്രമമാണ്. അതിനു പകരം അതിനെയെല്ലാം ക്ലീൻ ചെയ്ത് അതിനെയെല്ലാം കടഞ്ഞെടുത്തതിന്റെ പക്വഫലമാണ് ശ്രീമദ് ഭാഗവതം. ഈ ഭാഗവതം നമ്മൾ ആസ്വദിക്കുന്ന ഇല്ലെങ്കിൽ ഭാഗവതത്തിനെ അപ്രോച്ച് ചെയ്യുന്ന ആ വേളയിൽ തന്നെ മുക്താവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നവർ, മുക്താവസ്ഥയിലുള്ളവരാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് ഭഗവത് കീർത്തികളും ഭഗവാന്റെ ഗുണഗണങ്ങളെയും ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ എല്ലാം ആസ്വദിക്കുന്നത് കൂടുതൽ. അതേ ആസ്വാദന രുചി നമുക്കും ലഭിക്കുമെന്നാണ് ഇതിന്റെ ഏറ്റവും അനുഭവവേദ്യമായ സത്യം എന്ന് പറയുന്നത്. അത് നമ്മൾ എല്ലാവരും ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ ഭാഗവതം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവത്ഗീത, ഈ പറഞ്ഞ പോലെ ദിവ്യമായ ഗ്രന്ഥങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ലോകത്ത്, ഇല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ അല്ല എന്ന് നമുക്ക് തോന്നാറുണ്ട് പല സാഹചര്യങ്ങളിലും. കാരണം ഇത് ഭൗതികമായ ഒരു ആസ്വാദന പുസ്തകമല്ല. കാരണം ശ്രീമദ് ഭാഗവതം ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഏതാണ്ട് ലഭിച്ചിട്ട് തന്നെ ഏതാണ്ട് 5000 വർഷത്തോളം കൂടുതലായി. അതിനും മുന്നേ തന്നെ ഈ ഭാഗവതം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഭാഗവതം ഈ പറഞ്ഞ പോലെ മനുഷ്യനിർമ്മിതമാണ്, ഇല്ലെങ്കിൽ നമുക്ക് ഇത് തരുന്നില്ല എങ്കിൽ, ആനന്ദം തരുന്നില്ല എങ്കിൽ ഇതിനു മുന്നേ തന്നെ ഇതിനെ നമുക്ക് മാറ്റി എഴുതപ്പെടുമായിരുന്നു. ഇത് ഇതുവരെയും മാറ്റി എഴുതപ്പെട്ടിട്ടില്ല. കാരണം എന്താ? ഇത് സച്ചിത് ആനന്ദം എന്ന് പറയുന്ന 3 ഗുണങ്ങൾ അടങ്ങിയതാണ്. ഈ ദിവ്യ ഗ്രന്ഥം സച്ചിത് ആനന്ദം എന്ന് പറയുന്ന 3 ദിവ്യമായ ഭഗവാന്റെ ഗുണഗണങ്ങൾ അടങ്ങിയ പുസ്തകമാണ്. ഇല്ലെങ്കിൽ പുസ്തകം എന്ന് പോലും പറയരുത് അതിനൊപ്പം. ഇതൊരു അവതാര ലീലകൾ വർണ്ണിക്കുന്ന ഒരു മനോഹരമായ ഗ്രന്ഥം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന് ഒരു തരത്തിൽ പോലും കളങ്കം ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്.
ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഇതിനെ പറയുന്നുണ്ട്. നമ്മളുടെ വജ്രം അല്ലെങ്കിൽ വൈരം എന്ന് പറയുന്ന ആ ദിവ്യമായ കല്ല് ഏതൊരു അവസ്ഥയിൽ കിടന്നാലും അത് ശോഭിക്കും എന്നാ പറയുന്നത്. എത്ര താഴെ ഈ പറഞ്ഞ പോലെ ഡട്ടിനകത്ത് ഇല്ലെങ്കിൽ അഴുക്കുകളിൽ കിടന്നാൽ പോലും അതിന്റെ മഹനീയമായ ശോഭ മങ്ങുന്നില്ല എന്ന് പറയും. അതുപോലെയാണ് ഈ ഭൗതിക ലോകം. ആക്ച്വലി നമുക്ക് ആർക്കും തന്നെ വസിക്കാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ള ഒരു ഭൂമിയല്ല ഭൗതിക ലോകം. ആ ദിവ്യ ലോകത്തിരുന്നു കൊണ്ട് തന്നെ ഇതിന്റെ മാഹാത്മ്യം, ഈ ദിവ്യ ഗ്രന്ഥം നമ്മളെ ആകർഷിക്കുന്നു എന്ന് പറയുന്നു. കാരണം എന്താ? ഇത് ഭഗവാനുമായിട്ടുള്ള ഇല്ലെങ്കിൽ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും തമ്മിലുള്ള ചർച്ചകളെയാണ് ഇതിൽ കൂടുതൽ വിവരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇതിന് ഒരു തരത്തിലുള്ള കളങ്കം ഏർപ്പെടാത്തതും ഒരു തരത്തിലുള്ള അപ്ഡേഷനും ചോദിക്കാത്തതും. കാരണം ഇത് എത്രത്തോളം നമ്മൾ കോരിയാലും ഈ പറഞ്ഞ ഈ കടലിൽ നിന്ന് ഈ അമൃതം നമ്മൾ എത്രത്തോളം നുകരാൻ ശ്രമിച്ചാലും അതിന് അവസാനമില്ലാതെ, എത്ര പഠിച്ചാലും തീരാത്തത്രയും. കാരണം ഓരോരുത്തരും ശ്രീമദ് ഭാഗവതം വായിച്ച് കേട്ട് അല്ലെങ്കിൽ പ്രവചനം ചെയ്ത് തന്നെ ഒരേ ശ്ലോകം തന്നെ പല പ്രാവശ്യം പ്രവചനം ചെയ്ത് മുതിർന്ന ഭക്തന്മാരുണ്ടാവും. പക്ഷെ അവരാരും ഞാൻ ഇതെല്ലാം എനിക്കറിയാം, ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഓരോ പ്രാവശ്യം അവരെടുക്കുമ്പോഴും ഓരോ പുതിയ 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 കാര്യങ്ങളാണ്. നവയൗവനം എന്താ പറയുന്നത്, പുതിയ ഫ്രഷ്നെസ്, എവർ ഫ്രഷ്നെസ് ആണ് ശ്രീമദ് ഭാഗവതം. പക്ഷെ നമ്മളത് കേൾക്കേണ്ട വിധത്തിൽ, കേൾക്കേണ്ട സ്രോതസ്സിൽ നിന്ന് കേൾക്കണം എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നോക്കാം. വീണ്ടും പറയുന്നത് ഈ ശ്ലോകത്തിൽ വ്യക്തമാണ്. ഈ അതീന്ദ്രിയ സാഹിത്യം സവിനയത്തോടെ ശ്രവിക്കുന്ന ഒരാൾക്ക് തന്റെ ഹൃദയാഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിലൂടെ ലഭിക്കുന്ന പരിപൂർണ ആനന്ദം. അതായത് സവിനയത്തോടെ എന്നാണ് ഉദ്ദേശിച്ചത്. സവിനയം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ നമസ്കരിക്കുമ്പോ ഇങ്ങനെ കുനിഞ്ഞു നമസ്കരിക്കുന്നതാണ് സവിനയം. ആരെ കണ്ടാലും നമസ്കരിക്കുക, അതാണോ സവിനയം? അതും വിനയം തന്നെയാണ്. പക്ഷെ യഥാർത്ഥമായ വിനയം എന്ന് പറയുന്നത് മനസ്സിനകത്ത് ഭഗവാനെ മനസ്സിലാക്കാൻ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഒന്നും ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് ഒരു ഉത്തമ ഗുരുവിൽ നിന്ന്, ഉത്തമ അധികാരികളിൽ നിന്ന് ഇത് കേട്ട് ഭഗവാനെ സേവ ചെയ്യാൻ സാധിക്കണമെന്നുള്ള എളിമത്വം, മനോഭാവം, ആ ഭാവം നമ്മൾ കൈക്കൊണ്ടാൽ മാത്രമേ ശ്രീമദ് ഭാഗവതം നമുക്ക് റിവീൽ ആകത്തുള്ളൂ, ഇല്ലെങ്കിൽ സ്വയം വിവരിച്ചു തരത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഭാഗവതം വായിക്കും, ഇതിന്റെ വിവർത്തനം വായിക്കും, ഭാവാർത്ഥം വായിക്കും, ഇതെല്ലാം കേട്ട് കേട്ട് പോകുന്നല്ലാതെ നമുക്കുള്ളിൽ ഒരു ആസ്വാദനം, ഉള്ളിൽ ഒരു ആനന്ദം ലഭിക്കുകയില്ല എന്ന് പറയുന്നത്. ആ സവിനയം വേണം. സവിനയം എന്ന് പറഞ്ഞാൽ ഗർവില്ലാതെ, അഹങ്കാരമില്ലാതെ, എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇത്ര നാളായി, ഞാനൊരു ഭക്തനാണ് എന്നുള്ള ചിന്തകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ എന്നും ഒരു ബാലകനെ പോലെ, ഒരു പുതിയ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നും ആ ബാലൻ അറിയത്തില്ല. അപ്പൊ അദ്ദേഹം എല്ലാം പഠിക്കാനായിട്ട് അവിടെ നിൽക്കുന്ന പോലെ നമ്മളും നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഈ ഒരു മൂഡ്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ എളിമത്വത്തോടെയുള്ള മൂഡ് നമ്മൾ കൈപ്പറ്റിയാൽ ഈ ഭാഗവതം നമുക്ക് വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകും. അതിന് ഒരു സംശയമില്ല. അതാ പറഞ്ഞത്, ഈ അതീന്ദ്ര ഒരാൾക്ക് തന്റെ ഹൃദയാഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിലൂടെ, ഹൃദയാഭിലാഷങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിലൂടെ തന്നെ ലഭിക്കുന്നു പരിപൂർണ ആനന്ദം. നമുക്ക് നോക്കാം. എന്നാൽ ഭാഗവത ശ്രവണം ഉചിത കേന്ദ്രം തന്നെ ആവുന്നതിന് അത്യന്തം ശ്രദ്ധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭാഗവതം നമുക്കിപ്പോ ഒരുപാട് സപ്താഹങ്ങൾ നടക്കുന്നു, ഒരുപാട് സ്ഥലത്ത് ഭാഗവതങ്ങളെ കുറിച്ച് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകുന്നു. പക്ഷെ അതെല്ലാം എത്രത്തോളം ആധികാരികമാണ് എന്ന് നമ്മൾ അതിൽ തിരിച്ചറിയണം. അവിടെ നിന്ന് വേണം മാത്രം നമ്മൾ തീർച്ചയായും ഭാഗവതത്തെ ശ്രവിക്കുക. കാരണം ഭാഗവതത്തിന്റെ പാരായണം എന്ന് പറയുന്നത് ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ് നമുക്ക് ചുറ്റും ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഒരുപാട് പേര് അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു, ഒരുപാട് പേര് അതിനെ എന്താ പറയാ മിസ്ഗൈഡ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മിസ്ഗൈഡ് ചെയ്യുന്നു. അതിന്റെ യഥാർത്ഥ അന്തസത്ത ഭക്തജനങ്ങൾക്ക് ഇല്ലെങ്കിൽ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് പകർന്ന് നൽകുന്നില്ല എന്നുള്ള സത്യം നമ്മൾ ചിന്തിക്കും. കാരണം 7 ദിവസം കൊണ്ട് പരീക്ഷിത് മഹാരാജാവ് ഈ ഭാഗവതം ശ്രവിച്ചു തിരിച്ചു പോകാൻ ഇടയായ ഈ ഗ്രന്ഥം ഇന്ന് ഒരുപാട് സപ്താഹങ്ങളും ഒരുപാട് തരത്തിലുള്ള ഡിസ്കഷൻസ് നടന്നിട്ടും ആരുടെയും മനസ്സിൽ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നില്ല. കേട്ടവരെല്ലാം വീണ്ടും അതുപോലെ കേൾക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. പലരും ജീവിതത്തിൽ അതിനെ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പല ഈ പറഞ്ഞ എന്താ പറയാ അൺഓതറൈസ്ഡ്
വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രീമദ് ഭാഗവതം ഇസ്കോൺ അന്താരാഷ്ട്ര കൃഷ്ണാവോ സമിതിയുടെ കീഴിൽ നൽകുന്ന ഭാഗവത ശ്രവണം ഇല്ലെങ്കിൽ ഭാഗവത കഥകളെല്ലാം ആധികാരികങ്ങളാണ്. കാരണം അത് ഗുരുപരമ്പരയിൽ നിന്ന് ശ്രവിച്ച് അത് കാലാകാലമായി കൈമാറ്റം ചെയ്തു വരുന്നതാണ് ഈ ഭാഗവതം. ഈ ഭാഗവതത്തിനകത്ത് നമ്മളുടെ മോട്ടോ തന്നെ ഭഗവാന്റെ ഭക്തനാക്കുക, കേൾക്കുന്ന ആള് ഭഗവാനിൽ അതീന്ദ്രിയ സേവനത്തിൽ ഇല്ലെങ്കിൽ ഭഗവാന്റെ ആനന്ദമായ ആ മഹത്വങ്ങളെ മനസ്സിലാക്കി സ്വജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം എന്നാണ്. അല്ലാതെ ഇവിടെ ഒരിടത്തും നമ്മൾ മണി മോട്ടീവായിട്ടോ ദ്രവ്യ മോട്ടീവായിട്ടോ ഒന്നും ഈ ശ്രീമദ് ഭാഗവതത്തെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. ഇന്ന് പല സ്ഥലങ്ങളിലും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ടത് ആധികാരികമായ സ്രോതസ്സിൽ നിന്ന് കേൾക്കണം എന്ന് തന്നെ പറയുന്നത്. അപ്പൊ നമ്മൾ അത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആത്മീയ ലോകത്തിൽ നിന്ന് വശപ്പെടുത്തി ശ്രീമദ് ഭാഗവതം തന്റെ പ്രിയ ശിഷ്യനായ വ്യാസദേവന് നാരദമുനിയാൽ പ്രദാനം ചെയ്യപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ ഗുരുപരമ്പരയാൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. ശ്രീല വ്യാസദേവൻ അദ്ദേഹത്തിന്റെ സ്വപുത്രനായ ശ്രീല സുഖദേവ് ഗോസ്വാമിക്ക് ഇത് നൽകപ്പെട്ടു. ഈ പരത്താണ് സന്ദേശം. പരീക്ഷിത് മഹാരാജാവിന് മൃത്യുവിന് 7 ദിവസം മുമ്പ് വിവരിച്ചു കൊടുത്തു സുഖദേവ് ഗോസ്വാമി ഈ ദിവ്യമായ ഗ്രന്ഥം. ഇവിടെ ശ്രീല സുഖദേവ് ഗോസ്വാമിയെ പ്രകീർത്തിക്കുകയാണ്. കാരണം ശ്രീല സുഖദേവ് ഗോസ്വാമി സാധാരണപ്പെട്ട ഒരു ബാലനായിരുന്നില്ല, അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരു മകനുമായിരുന്നില്ല. കാരണം അദ്ദേഹം മുക്താത്മാവായിരുന്നു എന്ന് പറയും. ഗർഭപാത്രത്തിൽ തന്നെ അദ്ദേഹം മുക്താത്മാവായാണ് ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ശേഷമാണ്, ഭഗവാനിൽ നിന്ന് ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഈ ഭൗതിക ലോകത്ത് തന്നെ വരുന്നതെന്ന് പറയുന്നത്. ഭാഗവതം വായിച്ചാൽ അറിയാൻ പറ്റും അതിനെ കുറിച്ച്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഈ പറഞ്ഞ ഭഗവാന്റെ പ്രകൃതികളും ഭഗവാന്റെ ദിവ്യ ഗുണങ്ങളും ലീലകളെയും എല്ലാം മനസ്സിലായി ഈ ഭൗതിക ലോകത്ത് നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായും മായ ഇല്ലെങ്കിൽ ത്രിഗുണങ്ങൾ എന്നെ സ്വാധീനിക്കും. അത് ഒരു കാരണവശാലും എനിക്ക് വേണ്ട എന്ന് ഭഗവാനിൽ നിന്ന് തന്നെ പ്രാർത്ഥന ചെയ്ത് അദ്ദേഹം ഉറപ്പുവരുത്തി. എത്ര ഒരു ഇന്റലിജന്റ് ആണെന്നുള്ള ആലോചിച്ച് നോക്കും അദ്ദേഹം. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി, ഈ ഗുണഗണങ്ങളെല്ലാം എന്തിനാണെന്ന് മനസ്സിലാക്കി, ഇതിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, ഇത് ചെയ്താൽ എന്ത് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം ഇതിന് തടസ്സമാകുന്ന കാര്യങ്ങളെ ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. അതൊരു ഭയങ്കര ഒരു ഇന്റലിജന്റ് ആയ ഒരു ആക്ടിവിറ്റിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഭൗതിക ലോകത്ത് മോട്ടാണ്, ഈ ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്നത് ത്രിഗുണങ്ങളാണ്. ഈ ത്രിഗുണങ്ങളിൽ നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മളെ അത് സ്വാധീനിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് പ്രകാരം അദ്ദേഹം ത്രിഗുണങ്ങളിൽ നിന്ന് പുറത്തു വരാനായിട്ടുള്ള അനുഗ്രഹം ഭഗവാനോട് തന്നെ ചൊരിഞ്ഞതിന് ശേഷമാണ്. ഇതുപോലെ നമ്മളും ഇന്റലിജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം. നമ്മൾക്ക് ഭക്തിക്ക് ഉതകുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ആദ്യം നമുക്ക് വേണ്ടത് എന്തെല്ലാം എന്ന് ആദ്യം മനസ്സിലാക്കണം. അതെല്ലാം ഇവിടെ പറഞ്ഞ് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭക്തിക്ക് ഉതകാത്ത അല്ലെങ്കിൽ ഭക്തിക്ക് ഉപകാരം ചെയ്യാത്ത കാര്യങ്ങളെ മാറ്റിവെക്കണം. പക്ഷെ ഇപ്പൊ കാരണം ഭൗതിക ലോകത്ത് വന്നു പോയി, അതുകൊണ്ട് നമുക്ക് ഇനി ഓപ്ഷൻസ് ഇല്ല. പക്ഷെ നമുക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത് ഇതിനെയെല്ലാം മാറ്റിവെക്കുക എന്നുള്ളത്. അതിന് വേണ്ട ഡിസിഷൻ നമ്മൾ തന്നെ എടുക്കണം. അവിടെ ഈ മായയിൽ നിന്ന് മുക്തനാകണം എന്ന് അദ്ദേഹം തന്നെയാണ് തീരുമാനിച്ചത്. ആരാണ്? ശ്രീല സുഖദേവ് ഗോസ്വാമി. അതുപോലെ ഈ ഭൗതിക ലോകത്ത് നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ ഇതിനെ പ്രാർത്ഥനയുടെ ഇല്ലെങ്കിൽ ഭക്തന്മാരുടെ ഉപദേശങ്ങളിലൂടെയും നമ്മൾ ഇതിനെ മനസ്സിലാക്കി ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന് താല്പര്യപ്പെട്ടാൽ തീർച്ചയായും അതിനുള്ള വഴി ഇവിടെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിർമുക്തനായ സുഖദേവ് ഗോസ്വാമി പൂജ യാതൊരു ആത്മീയ പരിശീലനം. അതുകൊണ്ട് എന്തായി? അദ്ദേഹം എല്ലാമേ ലേൺഡ് പേഴ്സണാലിറ്റി ആയിരുന്നു. കാരണം അദ്ദേഹം ഗർഭപാത്രത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ ജ്ഞാനം, വൈരാഗ്യം, ഈ പറഞ്ഞ എല്ലാവിധ അംഗങ്ങളെയും അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് ഭൗതിക ലോകത്തിൽ ജനിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരു പ്രാക്ടീസിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്. വ്യാപൃതനായിരുന്നില്ല, ഒരു പരിശീലനത്തിലും വ്യാപൃതനായിരുന്നില്ല. ആത്മീയ ബോധത്തിലോ അഥവാ ജ്ഞാനത്തിലോ സാംസ്കാരിക ബോധത്തിലോ ആരും ജന്മന പര്യാപ്തരായിരുന്നില്ല. എന്നാൽ ശ്രീല സുഖദേവ് ഗോസ്വാമി ജന്മന പരിപൂർണ മുക്തൻ ആത്മാവാകയാൽ ആത്മീയ സാക്ഷാത്കാരത്തിലുള്ള പരിണാമിക പ്രക്രിയ ആചരിക്കേണ്ടി വന്നതായിട്ടില്ല. അപ്പൊ നമ്മളും അതേപോലെയാണ്.
നമ്മൾ എത്രത്തോളം ലേൺഡ് ആയിട്ട് എത്രത്തോളം കാര്യങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമോ അത്രത്തോളം നമുക്ക് ഈ ഭൗതിക കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. നമ്മൾ എത്രത്തോളം ശ്രീമദ് ഭാഗവതത്തെയും ഈ ഭക്തിമാർഗത്തെയും നമ്മളുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുമോ അത്രത്തോളം ഭൗതിക കാര്യങ്ങൾ നമുക്ക് പുറത്തു വരാൻ സാധിക്കുമെന്നുള്ളതിന് ഒരു ഡൗട്ടുമില്ല. അത് വേറെ ഒരു നമുക്ക് സംശയം വേണ്ട. നമുക്ക് വേണ്ടത് അവിശ്യം രക്ഷിപോ കൃഷ്ണ എന്ന് പറയുന്ന പോലെ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നരസിംഹസ്വാമി അവതാരം ചെയ്ത പോലെ ഭഗവാൻ ഏത് അവസരത്തിൽ ഏത് രീതിയിലൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആരെങ്കിലും ഇല്ലെങ്കിൽ ഈ വേദഗ്രന്ഥങ്ങളും മുനിമാരും ശ്രേഷ്ഠ ദേവന്മാരും വിചാരിച്ചതാണോ മൃഗവും മനുഷ്യനുമായിട്ടുള്ള ഒരു രൂപം വന്ന് ഈ പറഞ്ഞ പ്രഹ്ലാദനെ രക്ഷിക്കുമെന്ന്? ആരെങ്കിലും ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ഭഗവാൻ ആ കൈക്കൊണ്ട് ഭക്തന് വേണ്ടി. അപ്പൊ നമ്മളുടെയും ഒരേ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തനാകുക, നിസ്വാർത്ഥമായ ഭക്തനാകുക. ഭക്തനാകുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് ഭക്തജനങ്ങളുണ്ട് ഈ ലോകത്ത്. എല്ലാവരും ഭക്തനാണ്. നമുക്ക് ഗുരുവായൂർ പോയാൽ തന്നെ അറിയാം എന്നാ തിരക്കാണ് അവിടെ. എല്ലാരും ഭക്തരല്ലേ? ഭക്തരാണ്, തീർച്ചയായും ഭക്തരാണ്. പക്ഷെ എത്രത്തോളം അവിടെ നമ്മളുടെ കാര്യങ്ങളെ എന്താ പറയാ പൂർത്തീകരിക്കാനായിട്ടല്ലാതെ ഭഗവാന്റെ പ്രീതിക്കായി അവിടെ വരുന്നു എന്ന് വെച്ചാൽ അത് വളരെ വിരളമായ ഭക്തജനങ്ങൾ മാത്രമാണ്. അവിടെ എല്ലാവരും പോകുന്നത് അവരവരുടെ ആവശ്യ നിർവൃത്തിക്കായിട്ടാണ്. ഇതെനിക്ക് നടത്തി തരണം, ഇതെനിക്ക് തീർക്കണം, ഇതെനിക്ക് വേണം, അത് വേണം, ഇത് വേണം, ഇത് വേണം, അത് വേണം. ഇതിനു വേണ്ടി മാത്രമായിട്ടാണ് എല്ലാവരും ഭക്തിയിൽ വരുന്നത്. പക്ഷേ പ്രഹ്ലാദൻ ഇവിടെ ഇന്നലത്തെ സ്റ്റോറിയിൽ പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് ഒരു തരത്തിലുള്ള പ്രാർത്ഥനയും വെച്ചില്ല. ആ പ്രഹ്ലാദനെ കാണാനായിട്ട് ഭക്തൻ വന്നു. ആ പ്രാർത്ഥന എന്ന് ഞാൻ വെച്ചത് ഒരു ആവശ്യങ്ങളും അദ്ദേഹം വെച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, അതുകൊണ്ട് തന്നെയാണ് നരസിംഹസ്വാമി വന്നത്. പക്ഷെ അദ്ദേഹം ഒരു ആവശ്യവും ഭഗവാന്റെ അടുത്ത് വെച്ചു. നമ്മളിവിടെ എല്ലാം നമുക്കൊരു പേടി അല്ലെങ്കിൽ നമുക്കൊരു ഭയമുണ്ട്. ഭഗവാൻ ഇതൊന്നും കാണുന്നില്ലേ, എന്റെ ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നില്ലേ, എന്തിനാണ് പിന്നെയും നമ്മളെ കഷ്ടപ്പെടുത്തുന്നു, ഇല്ലെങ്കിൽ എന്തിനാണ് എന്നെ ഇത്രയും ദുഃഖത്തിൽ ആഴ്ത്തുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു കാരണവശാലും മനസ്സിലാക്കാൻ നമ്മൾ വിട്ടുപോകരുത്. ഇന്നലത്തെ കഥയിൽ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും മനസ്സിലെ തോട്ട്സിന് ഭഗവാൻ നന്നായിട്ട് അറിയാം. വിജയന്മാർക്ക് ഭഗവാന്റെ അടുത്ത് ഇന്നലെ അദ്ദേഹം സന്ദർഭവും പറഞ്ഞ പോലെ ഭഗവാന്റെ ശക്തി അറിയണം, ഇല്ലെങ്കിൽ ഭഗവാന് ശക്തിമത്തായ ഒരു രണ്ട് പോരാളികളില്ല. ആ ഒരു കാര്യത്തിൽ ഭഗവാൻ ഒരു സങ്കടമുണ്ടെന്ന് അദ്ദേഹം അവരുടെ മനസ്സിൽ തോന്നുകയും ആ തോന്നലിനെ ഭഗവാൻ പൂർത്തീകരിക്കാന് അവർക്ക് ശാപം നൽകി അവരെ ആ ലീലകളിൽ പങ്കെടുപ്പിച്ചിട്ട് കംസ കുംഭകർണ ഈ പറഞ്ഞ വിജയന്മാര് തന്നെയാണ്. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷ, ദന്തഭക്തരൻ, ഈ പറഞ്ഞ പോലെ ഇദ്ദേഹവും ആരായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, ദന്തഭക്തരനും ശിശുപാലനും, അതുപോലെയുള്ള അവതാരങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതും ഭഗവാൻ തന്നെയാണ്. കാരണം നമ്മള് ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു വന്നതിന്റെ പോയിന്റ് നമ്മളുടെ ദുഃഖങ്ങളോ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളോ ഒന്നും ഭഗവാൻ അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. അദ്ദേഹം പൂർണ്ണമായിട്ടും ബോധ്യവാനാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും മൈൻഡ്, തോട്ട്, ബോഡി ഇതെല്ലാത്തിന്റെയും ആവശ്യങ്ങളും ഡിമാൻഡ്സും താല്പര്യങ്ങളും എല്ലാം ഭഗവാന് നന്നായി അറിയാം. നമുക്ക് അതിനെക്കുറിച്ച് വറിയേ വേണ്ട. നമുക്ക് പക്ഷെ എന്താണോ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. അവിടെ നിന്നുകൊണ്ട് ഭഗവാനെ ഡിവോട്ടി ചെയ്യാൻ നമ്മൾ നോക്കുക, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതിന്റെ കൂടെ തന്നെ ബാക്കി എല്ലാം കവേർഡ് ആയിക്കോളും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ. കാരണം നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നതും ഞാൻ എപ്പോഴും ഒരുപാട് എന്താ പറയാ മനസ്സിൽ അത് കേൾക്കുമ്പോൾ അല്ല അത് വായിക്കുമ്പോൾ സന്തോഷം കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്നലെ മെനിഞ്ഞാന്ന് 21 ഈസ് ഗ്രേസ് ശ്രീല ജയാനന്ദ പ്രഭുവിന്റെ ഡിസപ്പിയറൻസ് ഡേ ആണ്. ശ്രീല പ്രഭുപാദയുടെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനായ ഒരു ഭക്തൻ, സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഭക്തനാണ്. ആ ഭക്തന്റെ ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞ് ഐ വിൽ കൺക്ലൂഡ് ഹിയർ. കാരണം അദ്ദേഹം ശ്രീല പ്രഭുപാദരുമായിട്ട് സമീപിച്ച ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം പ്രഭുപാദിന് വേണ്ടി സമർപ്പിച്ച ഏതാണ്ട് ഒരു 10 years മാത്രമേ ഉള്ളൂ. 10 years പോലും തികച്ചില്ല എന്ന് പറയുന്നത്. ആ 10 കൊല്ലത്തിലുള്ള ദേഹം ത്യജിക്കുമ്പോൾ അദ്ദേഹത്തിന് 38 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് വളരെ വേദനാജനകമായ ഒരു അസുഖം പിടിപെടുകയും ക്യാൻസർ പിടിപെടുകയും അതിലൂടെയാണ് അദ്ദേഹം ദേഹം പിടിയേണ്ട അവസ്ഥ. പക്ഷേ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ചില പ്രഭുപാദരോടോ ഭഗവാനോടോ ഒരു കംപ്ലൈന്റ്സോ ഒരു തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ
സങ്കടങ്ങളോ ബോധിപ്പിക്കുന്നതിന് പകരം കൂടുതൽ കൂടുതൽ ഊർജ്വലസനായി സേവയിൽ ഏർപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്. ഒരാളോടും പരാതിയില്ല. ശീല പ്രഭുപാദർ ദേഹം ത്യജിച്ചതിന് ശേഷം പറയുകയുണ്ടായി, ദേഹം തിരിച്ച് വൈകുണ്ഠം പോയി. ആ അദ്ദേഹത്തിന്റെ തിരോഭാവ ദിനം നമ്മളുടെ കലണ്ടറിൽ രേഖപ്പെടുത്തി എല്ലാ കൊല്ലവും അത് ഒരു വൈഷ്ണവ ആചാര്യൻ പോയ അതേ എന്താ പറയാ മഹത്വത്തിൽ തന്നെ ആഘോഷിക്കണമെന്ന് ശീല പ്രഭുപാദൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലെറ്ററും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന് ഇവിടെ ചോദിക്കാം, ഈ ചുരുങ്ങിയ കാലത്തിൽ എനിക്ക് ഇത്രയും അസുഖം വന്നു, എനിക്ക് സേവ ചെയ്യണം എന്നെല്ലാം അദ്ദേഹം വിചാരിക്കാം. പക്ഷെ അദ്ദേഹം അതിന് പകരം എന്തിന് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, ഇതിൽ വന്നിട്ട് ശീല പ്രഭുപാദനെന്ന് പറഞ്ഞ് ഇതിനെ മാറ്റി തന്നൂടെ, ഇല്ലെങ്കിൽ ഇതിന് വേണ്ട എന്തെങ്കിലും പ്രതിവിധികൾ ഉണ്ടായിക്കൂടെ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാമെന്ന്. പക്ഷെ അദ്ദേഹം അതൊന്നുമേ ചിന്തിച്ചിട്ടില്ല. ഒരിടത്ത് പോലും അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സേ അദ്ദേഹത്തിനില്ല. അതാണ് ഭക്തൻ എന്ന് പറയുന്നത്. കാരണം ഇത് ഭൗതിക ലോകത്ത് നിന്ന് തിരിച്ചു പോകേണ്ടതാണ് നമ്മളെല്ലാവരും. അപ്പൊ അത് എപ്പോ പോകുന്നു, ആരെവിടെ പോകുന്നു എന്നുള്ളത് നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. പ്രിപ്പയർ ആയിരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകാതിരിക്കുക എന്നത്. അത് നമ്മൾ കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആകർഷണം തോന്നും, അതിൽ അറ്റാച്ച്മെന്റ്സ് വരും. അതിനു പകരം നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടതാണ്. വി ആർ ലൈക്ക് എ ഗസ്റ്റ്. ഇവിടെ നമ്മളൊരു ഗസ്റ്റ് ആണ്, അതിഥിയാണ് എന്നുള്ള ബോധത്തിലാണെങ്കിൽ നമ്മൾ അധികം നേരം നിൽക്കില്ല. അതിഥി ഒരു വീട്ടിൽ എത്ര നേരം നിൽക്കും? നമ്മൾ ഒരു അതിഥിയായിട്ട് നമ്മളൊരു ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ ബന്ധുവിന്റെ വീട്ടിൽ പോയാൽ നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ പോകാൻ നോക്കും, ശരിയല്ലേ? അവിടെ നിൽക്കൂല. അതിഥി സ്ഥിരമായിട്ട് താമസിക്കാം എന്ന് വിചാരിക്കാറില്ല. അതുപോലെ നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ ഇവിടെ അതിഥിയാണ്. സോറി പ്രഭു, അതിഥിയാണെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് പോകാൻ തയ്യാറായിരിക്കും. അതുപോലെയാണ് ജയാനന്ദ പ്രഭു. കാരണം ജയാനന്ദ പ്രഭുവും ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ദുഃഖവും അദ്ദേഹം ശീല പ്രഭുപാദരെ അറിയിച്ചിരുന്നില്ല. അതായത് അന്ന് ആ കാലത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ചികിത്സക്കായി ലഭിച്ച ഏതാണ്ട് $5000 അന്ന് ലഭിച്ചു. അത് മുഴുക്കെ ശീല പ്രഭുപാദരുടെ ബുക്ക് പ്രസ്താവിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബുക്ക് പ്രസിദ്ധീകരണത്തിന് വേണ്ടി അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നത്തെ ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും എങ്ങനെയെങ്കിലും നമ്മൾ ഈ ലോകത്ത് കാശുണ്ടാക്കി നമ്മളുടെ ജീവിത രീതികളെ മാറ്റപ്പെടുത്താനും കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ലഭിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ ലഭിച്ച പൈസയാണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പൈസയിൽ അദ്ദേഹം എങ്ങനെയെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്ത് കുറച്ചെങ്കിലും ഈ ശരീരത്തിന് ഒരു എന്താ പറയാ ഒരു സുഖം എന്നുള്ള ആ വേദനയൊന്ന് കുറയ്ക്കാൻ എന്നുള്ള ഒരു ബോധമാണ്. അതിനുവേണ്ടി നൽകിയ പണം പോലും അദ്ദേഹം കൊടുത്തില്ല എന്നത്. അത്രത്തോളം പെയിൻ എടുത്തുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. അതിനകത്ത് വേറൊരു സ്റ്റേറ്റ്മെന്റിലൂടെ കേട്ടു. ജയാനന്ദ പ്രഭു അദ്ദേഹം പോയത് എന്തുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഗുരുവിന് മുന്നേ പോയെന്ന് വെച്ചാല്, ഗുരു വരുമ്പോൾ ആത്മീയ ലോകത്തിൽ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാനായി അദ്ദേഹം ആദ്യം പോയെന്നാ പറയുന്നത്. വേറൊരു ലെക്ചറിൽ കേട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര സിൻസിയർ ഡിവോട്ടിയാണ് ആ ഡിവോട്ടി. അപ്പൊ നമ്മളും അതേപോലെ സിൻസിയർ ആവേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും അത്യാവശ്യമായ ഘട്ടമാണ്. നമുക്കെല്ലാ ഉപദേശങ്ങളും ശിക്ഷണങ്ങളും എല്ലാം ഗുരുവും ഭക്തന്മാരും ശാസ്ത്രവും എല്ലാം നൽകി കഴിഞ്ഞു. ഇനി നമ്മൾ എത്രത്തോളം ഇതിനെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളത്. നമ്മളിപ്പോ ചെയ്യുന്നത് റൊട്ടീനായി ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിത്യമായിട്ട് ചെയ്യുന്നു. പ്രയോറിറ്റൈസ് എന്ന് വെച്ചാൽ പരിഗണന അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നില്ല എന്നുള്ളത്. നമ്മളിപ്പോ ഭക്തി ചെയ്യുന്നത് ഒരു റൊട്ടീനാണ്, പക്ഷെ പ്രയോറിറ്റൈസ് ആണോ എന്ന് ചോദിച്ചാൽ ചോദ്യമാണ്. അപ്പൊ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്താൽ ഭക്തിയിൽ നമുക്ക് ഈ പറഞ്ഞ രുചി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ആസ്വാദനം നമുക്ക് അനുഭവിക്കാം. പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്നത് ഒരു തരം റൊട്ടീൻ ഭക്തിയുദ്ധ സേവനമാണ്. പക്ഷെ അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് ആ രുചിയും ആ ഒരു ആസ്വാദനവും ആ ഒരു എന്താ പറയാ ലെവൽ ഓഫ് കോൺഷ്യസ് നമുക്ക് പൊങ്ങുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് കാര്യം. പ്രയോറിറ്റൈസ് ചെയ്ത് കാണും. ഇപ്പൊ ഈ പറഞ്ഞ ജയാനന്ദ പ്രഭു ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി എക്സ്ക്യൂസസ് പറയാം, ആരും ഒന്നും ചോദിക്കത്തില്ല. ഇതിനിടയിലെല്ലാം അദ്ദേഹം ദിവ്യമായ പദവികളെല്ലാം അലങ്കരിച്ചിരുന്നു. ആ പ്രസിഡന്റ് ആയിരുന്നു, ആ ടെമ്പിളിന്റെ രഥയാത്ര കോർഡിനേറ്റർ ആയിരുന്നു, അതുപോലെ പബ്ലിക് റിലേഷൻ ചെയ്യുന്ന ഡ്യൂട്ടി ആയിരുന്നു, ഒരു കീർത്തനീയറായിരുന്നു, ഈസ് എ ബെസ്റ്റ് കുക്ക്, ഈസ് എ ബെസ്റ്റ് പ്രീച്ചർ, ഈസ് എ ബുക്ക് സെല്ലർ, ഈ പറഞ്ഞ പോലെ ഈസ് എ ഗുഡ് ഡ്രൈവർ.
ശീല പ്രഭുപാദർ അദ്ദേഹത്തെ പറഞ്ഞത് ജയാനന്ദയെ കണ്ടാൽ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട പോലെയാണെന്ന് ഒരു ലെക്ചറിൽ പറയും. ഒരു ഗുരുവിന്റെ അംഗീകാരം ലഭിക്കുക, അല്ലെങ്കിൽ ഗുരുവിന്റെ പ്രീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമല്ല. അത് അദ്ദേഹം നേടി, അദ്ദേഹത്തിന്റെ ജീവിതം ധന്യമായി. അതുപോലെ നമുക്കും നമ്മളുടെ ഗുരുവിന്റെ ഇല്ലെങ്കിൽ നമ്മളുടെ മുതിർന്ന ഭക്തന്മാരുടെ അംഗീകാരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളെ പിടിച്ചൊരു പോസ്റ്റിലെത്തി നമുക്ക് പദവി തന്ന് അതല്ല, അവര് നമ്മളിൽ സന്തോഷരാകുക. മുതിർന്ന ഭക്തവും ഗുരുവും നമ്മളിൽ പ്രീതരാകുക, സന്തോഷമാകുക. അതെങ്ങനെയാ? അവര് പറഞ്ഞ കാര്യങ്ങള് കൃഷ്ണന് വേണ്ടി നിസ്വാർത്ഥമായിട്ട് ഒരു സ്വന്തം ലാഭവും ഇച്ഛിക്കാതെ പ്യുവർലി ഫോർ ദ പ്ലഷർ ഓഫ് ഗുരു ആൻഡ് കൃഷ്ണ എന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കും ആ ആനന്ദം ലഭിക്കും. അവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഉള്ളിൽ കിട്ടുന്ന ആനന്ദമാണ്. അല്ലാതെ നമ്മളുടെ ഭൗതിക ജീവിത മാർഗങ്ങളോ ഈ പറഞ്ഞ അതിൽ കിട്ടുന്ന ലോട്ടറി അടിക്കലോ അതിൽ കിട്ടുന്ന ബമ്പറോ ഈ പറഞ്ഞ ഇതൊന്നുമല്ല. നമുക്ക് റിയൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ കിട്ടുന്ന റിയൽ പ്ലഷർ ഫോർ സർവിങ് കൃഷ്ണ. അങ്ങനെ എനിക്ക് തന്ന 2 ട്രാൻസ്ലേഷനിൽ കുറച്ചേ എത്തിയുള്ളൂ. 1-2 സെക്ഷൻ കൂടെ മിച്ചമുണ്ടെന്ന് തോന്നുന്നു. സമയം വേണമെങ്കിൽ ഒരു 5 നിമിഷം കൂടി ഞാൻ ഇതിന്റെ കൺക്ലൂഷൻ ഒന്ന് വായിച്ച് ക്ലോസ് ചെയ്യാം. അതിന് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഏതൊരവസ്ഥയിലും മുക്തി നേടാനായാലും നമ്മളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനായാലും ഏതൊരു വിധത്തിലായാലും ഈ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മൾ ഭഗവാനെ ആശ്രയിച്ചാൽ അതെല്ലാം നമുക്ക് സാധ്യമായി തരുമെന്ന് ശ്രീമദ് ഭാഗവതം അശ്വത. അതാണ് ആ ശ്ലോകം പറയുന്നത്. അക്കാമ സർവകാമ മോക്ഷക്കാമ ഉദാരേതി തീവ്രേണ ഭക്തിയോഗേന യജന്തേ പുരുഷം പരം. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നതാണ്. അക്കാമ മീൻസ് ഒരു കാമമില്ല, ഒരാഗ്രഹമില്ല, സർവകാമ എല്ലാ ആഗ്രഹങ്ങളോടും മോക്ഷക്കാമ, നമ്മൾ മോക്ഷം ആഗ്രഹിക്കുന്നത്. അക്കാമ സർവകാമ മോക്ഷക്കാമ ഉദാരേതി, ഏത് വിധത്തിലായാലും തീവ്രേണ ഭക്തിയോഗേന, ഭക്തിയോഗത്തിൽ നമ്മൾ തീവ്രമായിട്ട് ഏർപ്പെടുകയാണ്. യജന്തേ പുരുഷം പരം, ആ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്നാ പറയുന്നത്. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവത പാരായണവും ഭാഗവത്തെ ആശ്രയിക്കലുമാണ്. അതിന്റെ ഏറ്റവും പ്രധാനം നാമജപവുമാണ്. നാമജപത്തിലൂടെ നാമസങ്കീർത്തനത്തിലൂടെ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മളുടെ ജീവിതത്തെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്. എന്തെങ്കിലും ചോദ്യങ്ങളോ കൂടുതൽ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യാം. Hare Krishna. Thank you, Bhakta. Thank you, Bhakta. Hare Krishna. ഹരേ കൃഷ്ണ. വേറെ ആർക്കും ചോദ്യങ്ങളൊന്നുമില്ല, ഇല്ലെങ്കിൽ സംശയങ്ങളോ കൂടുതൽ ഇതിനുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളോ ഒന്നും പറയുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ദർശനം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ബോഗ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, ഇന്നലെ മാതാജി ചോദിച്ച ക്വസ്റ്റ്യൻ ചക്രപ്രഭുവിന് ചോദിച്ചില്ലേ? പ്രഭുവിന് ആൻസർ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ പ്രഭു ഇപ്പം, അതോ പിന്നെ ചെയ്യണോ? അത് മാതാജി ഉണ്ടോ ഇപ്പൊ ഗ്രൂപ്പില്? ഒന്ന് നോക്കിയേ പ്രഭു. ഉമ്മ മാതാജി ഉണ്ട് പ്രഭുജി. മാതാജി ഇന്നലെ ചോദിച്ചില്ലേ ഭാവവും രസവും തമ്മിലുള്ള ഡിഫറൻസ്? മാതാജി, ആക്ച്വലി ഭാവം എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിക്കാണ് ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഭാവം. അതായത് നമുക്ക് ഭൗതികമായ കാര്യങ്ങളിലൂടെ നമ്മളുടെ താല്പര്യങ്ങൾ, നമ്മളുടെ ഇഷ്ടങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടുള്ള വിധത്തിലാവാം. ഇല്ലെങ്കിൽ നിസ്വാർത്ഥമായിട്ടും ഭഗവാനെ പൂർണ്ണമായിട്ടും എന്താ പറയാ
ഒരു ഇന്റൻഷനും ഇല്ലാതെ ഭഗവാന്റെ പ്ലഷറിന് വേണ്ടി ചെയ്യുന്ന ഇതെല്ലാം നമ്മളുടെ ഭാവങ്ങളാണ്. നമ്മൾക്ക് ഏത് രീതിയിലും ഭഗവാനെ ഭജിക്കാമെന്ന് പറയുന്നില്ല. അതുപോലെ രസം എന്ന് പറയുന്നത് ഓരോ ജീവാത്മാവിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ വിത്ത് കൃഷ്ണ. അത് നമ്മളുടെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ നമ്മളുടെ ആചാര്യന്മാരെ പറഞ്ഞാല് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് എന്ന് പറയുന്നത് ഒരു മഞ്ജരിയായിരുന്നു. രൂപഗോസ്വാമി ഒരു മഞ്ജരിയായിരുന്നു ഭഗവാന്റെ ധാമത്തിൽ, അല്ലെ ഭഗവാന്റെ ലീലകൾ. അവരെല്ലാം ഓരോ മഞ്ജരീസ് ആയിരുന്നു. അതാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. അതുപോലെ നമ്മൾ ഓരോ ജീവാത്മാവും ഭഗവാന്റെ ഓരോ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ നമുക്കുണ്ട്. അതായത് വാത്സല്യ, സഖിയ, പ്രേമ, മാധുര്യ, സഖ, ഈ പറഞ്ഞ ഓരോ രസങ്ങളിലെ ഏതെങ്കിലും ഒരു രസം നമ്മളുടെ ഉള്ളിലും അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴാണോ ഭക്തിപരമായിട്ട് നമ്മൾ മുന്നേറുന്നത്, അല്ലെ ഭക്തിപരമായി നമ്മളെ പ്യൂരിഫൈ ചെയ്ത് വരുമ്പോൾ സ്വയമേവ ആ രസം അല്ലെങ്കിൽ ആ ടേസ്റ്റ് നമുക്ക് റിവീൽ ആവുമെന്നാണ് പറയുന്നത്. ചില പ്രഭുപാദർ ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത്, ഈ ടേസ്റ്റിന് വേണ്ടി നമ്മൾ അങ്ങനെ പോകേണ്ടതില്ല. ആക്ച്വലി നമ്മൾ ഭക്തി സേവനം എത്രത്തോളം നമ്മളെ പ്യൂറായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമോ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് റിവീൽ ആകും. ഈവൻ ദോ നമുക്കത് ഈ ലൈഫിൽ അത് എടുക്കാൻ പറ്റിയതിൽ പോലും യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നിങ്ങൾ അത് യു വിൽ ബി എന്താ പറയാ സെക്യൂർഡ് ഇൻ ദെയർ എന്നാണ് പറയുന്നത്. ആ രസം നമുക്കുണ്ട്. പക്ഷെ അതിനൊരു ഉദാഹരണം ഉണ്ട് പ്രജി. നമ്മൾ ഐന്ദ്രപ്രഭു എല്ലാവരും കേട്ട് കാണും. വൃന്ദാവന ടെമ്പിളിലെ കീർത്തനീയ അല്ലെങ്കിൽ ചില പ്രഭുപാദരുടെ മുതിർന്ന ശിഷ്യനിൽ ഒരാളാണ് ഐന്ദ്രപ്രഭു. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അർജുന സഖ പ്രഭുവിന്റെ ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഐന്ദ്രപ്രഭു ഇതുപോലെ ഒരു ദിവസം രാവിലെ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്താണ്, ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ ഭഗവാനുമായിട്ടുള്ള എനിക്ക് റിയൽ ബന്ധം എവിടെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരക്കുണ്ടായി. അങ്ങനെ നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്തും ഗൗർനിതായുടെ അടുത്ത് അദ്ദേഹം പ്രേ ചെയ്യും. അദ്ദേഹത്തിന്റെ പ്രേയർ ഇന്റൻസ് ലെവൽ വേറെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരുന്നില്ല. ഏതാണ്ട് ഒരു 2 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് അദ്ദേഹം ഗൗർനിതായോട് പ്രേ ചെയ്തത്. എന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ എന്താണ്, എന്റെ യഥാർത്ഥമായ സേവനം എന്തായിരുന്നു, എന്റെ യഥാർത്ഥമായ പൊസിഷൻ എന്തായിരുന്നു സേവനത്തിൽ എന്ന് പറഞ്ഞ് തെരഞ്ഞ് 2 ദിവസത്തിന് ശേഷം ഭഗവാനിൽ നിന്ന് റിപ്ലൈ കിട്ടിയെന്നാ പറയുന്നത്. അദ്ദേഹം ഏത് മഞ്ജരിയാണ് എന്നുള്ളതിന് റിപ്ലൈ പറഞ്ഞു എന്നാ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ചരിത്രത്തില് ആ ബുക്കിലും ഉണ്ട്. ഈ പറഞ്ഞ പോലെ അർജുന സഹപ്രഭു പറഞ്ഞ ലെക്ചറിലും ഇത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയും കണ്ടുപിടിക്കാം. അത് ഭക്തിയുടെ ലെവലിൽ നമ്മൾ ഉയർന്നു പോവുകയാണെങ്കിൽ. അതല്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും ഈ രസം, ടേസ്റ്റ് നമ്മളുടെ ഹൃദയത്തിനകത്തുണ്ട്. ഭഗവാനുമായിട്ടുള്ള എറ്റേണലി ഉള്ള റിലേഷൻസ്, അത് എന്താ പറയാ മാധുര്യമാണോ ഇല്ലെങ്കിൽ സഖ്യമാണോ ഇല്ലെങ്കിൽ വാത്സല്യമാണോ എന്നുള്ളത് നമ്മളുടെ ഗ്രാജുവലി ഉള്ള ഡെവലപ്മെന്റ് ഓഫ് അവർ ഭക്തിയിൽ അത് റിവീൽ ആവും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രഭുജി, എനിക്ക് ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. പറയൂ. സപ്പോസ് നമ്മള് ശാന്ത രസമാന്നിരിക്കട്ടെ, നമ്മളുടെ ഒറിജിനൽ പൊസിഷൻ. Can we improve it to dasya rasa, to sakhi rasa? അത് നടക്കുമോ അതോ we have to be eternally in ശാന്ത രസ? മാതാജി, ഈ 5 രസങ്ങളും ഇതിനൊന്നും താഴെ മേളിലൊന്നൊരു കാറ്റഗറി വരുന്നില്ല. അതെനിക്കറിയാം. ബട്ട് സ്റ്റിൽ എന്താന്ന് വെച്ചാൽ ആ ഫസ്റ്റ് വേഴ്സിന്റെ അകത്ത് പറയുന്നുണ്ട്, നമുക്ക് ഈ ഗ്രാജുവലി വി ക്യാൻ ഇംപ്രൂവ് അവർ എന്താ റിലേഷൻ വിത്ത് കൃഷ്ണ എന്ന് വെച്ചാൽ ഫ്രം ദാസ്യരസ വി ക്യാൻ ഗോ ടു സഖ്യരസ എന്നാണ് എനിക്ക് ആ സെന്റൻസിൽ നിന്ന് മനസ്സിലായത്. അതെന്റെ അണ്ടർസ്റ്റാൻഡിങ് ശരിയാണോ എന്നറിയാൻ വേണ്ടിയാ. മകജി, അത് ഷിഫ്റ്റ് ചെയ്യാൻ, കാരണം പ്രേമമാണ് അതിലെ ഏറ്റവും ഹയസ്റ്റ് ഓഫ് ദ ഈ രസത്തിൽ പറയുന്നത്. പക്ഷെ അതിലോട്ട് നമുക്ക് ഗ്രാജുവലി ഉയരാൻ സാധിക്കും. അത് നമ്മളുടെ ആ ഒരു ഇന്റൻഷനും നമ്മളുടെ ആ ഒരു ഹാങ്കറിങ്ങും ഫോർ ദാറ്റ് എന്നുള്ളതിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഉയരാൻ പറ്റും, ഉയർന്നു വരാൻ സാധിക്കും. അതിനെ കുറിച്ച് ഒന്നുകൂടി കുറച്ച് കൂടുതൽ കേട്ട് മനസ്സിലാക്കിയിട്ട് മാജിയിൽ വീണ്ടും ഷെയർ ചെയ്യുന്നതായിരുന്നു. താങ്ക് യു പ്രഭു. ഞാൻ ഒരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ. ഹരേ കൃഷ്ണ. മാതാജി ചോദിച്ചത് ശാന്തരസത്തിൽ നിന്നും ദാസ്യരസത്തിലേക്ക് പോകാൻ പറ്റുമോ എന്ന്, അല്ലെ? അങ്ങനല്ലേ ചോദ്യം? അതെ പ്രഭുജി.
നമ്മളുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആസ് ഓഫ് ടുഡേ ഈസ് ശാന്തരസ എന്നിരിക്കട്ടെ. Can we improve it to ദാസ്യരസ? അതെ മാതാജി, അതായത് ഞാൻ ഇത് സീനിയർ വൈഷ്ണവരായിട്ട് നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യാം. എന്നിരുന്നാലും ഇപ്പോഴുള്ള എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ശ്രീല പ്രഭുപാദർ പറയുന്നതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഒരു രസവും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറയുന്നില്ല. പകരം നമുക്ക് നമ്മുടെ യഥാർത്ഥ രസം എന്താണെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ട് ദാസരസം പ്രാക്ടീസ് ചെയ്യാനാണ് പ്രഭുപാദ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ ദാസരസത്തിന്റെ തൊട്ട് താഴെയുള്ള രസമാണ് ശാന്തരസം. ശാന്തരസത്തില് ഒരു ന്യൂട്രൽ അവസ്ഥയാണ്. അവിടെ നമുക്ക് ഭഗവാൻ ഉണ്ട് എന്ന് അറിയാം, പക്ഷെ സേവന മനോഭാവം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ ഒരു ബേസ് ആയിട്ടുള്ള ഒരു രസമാണ് ശാന്തരസം. അവിടെ ആക്ടിവിറ്റീസ് ഇല്ല. ആക്ടിവിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പതിക്കപ്പെടും, വീണ്ടും പതിക്കപ്പെടും. അപ്പോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡിവോഷണൽ സർവീസ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശാന്തരസത്തിലല്ല, ദാസരസം മുതലാണ്. അപ്പൊ ദാസരസത്തില് ആക്ടിവിറ്റി ഉണ്ട്, സഖ്യരസത്തില് ആക്ടിവിറ്റി ഉണ്ട്, വാത്സല്യ രസത്തിൽ ആക്ടിവിറ്റി ഉണ്ട്, മാധുര്യ രസത്തിലും ആക്ടിവിറ്റി ഉണ്ട്. എന്നാൽ ശാന്തരസത്തില് ആക്ടിവിറ്റി ഇല്ല, ന്യൂട്രൽ സ്റ്റേജ് ആണ്. അപ്പൊ അത് ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തില് ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ 5 തരം മുക്തികളില് ഒരേ ഒരു മുക്തി മാത്രമേ വീണ്ടും ഭൗതിക ലോകത്തിൽ വരേണ്ടതുള്ളൂ. അതാണ് ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്ന മുക്തി എന്ന് പറയുന്നത്. അതേപോലത്തെ ഒരു അവസ്ഥയാണ് മാനസിക അവസ്ഥ പ്രകാരം ശാന്തരസം എന്ന് പറയുന്നത്. അപ്പൊ ആ ശാന്തരസമുള്ള ആള് നിർബന്ധമായിട്ടും ദാസരസത്തിലെങ്കിലും ഉയർത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ബേസിക്കലി നമ്മൾ ശാന്തരസം പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, ദാസരസം തന്നെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ക്ലിയർ ആണോ മാതാജി? അതെ അതെ, ബട്ട് ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് പ്രാക്ടീസിങ് അല്ലേ. അത് നമ്മളുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്നതല്ല. മാതാജി, ശാന്തരസം എന്നുള്ള ഒരു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ ആണ് നമ്മുടേത് എങ്കിൽ നമ്മൾ വീണ്ടും പതിക്കും, ഭൂമിയിലേക്ക് പതിക്കും. കാരണം ആക്ടിവിറ്റീസ് ഇല്ല. അത് ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നത് പോലത്തെ ഒരു മുക്തിയെ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു മുക്തി കിട്ടിയാൽ കൂടി നമ്മൾ വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് താഴോട്ട് പതിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ശാന്തരസം ശരിയായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ അല്ല. അതിൽ നിന്നും മുകളിലോട്ട് ഉയർത്തപ്പെടണം. 4 തരം മുക്തി, 5 തരം മുക്തിയിൽ 4 തരം മുക്തിയെ നമ്മൾ ഫോക്കസ് ചെയ്യാവും. ഭഗവാനിൽ ലയിക്കുന്ന പോലത്തെ മുക്തി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. കാരണം അത് ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുവരും. എന്നതുപോലെ 5 തരം രസങ്ങളിൽ ശാന്തരസം എന്നുള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ ആണെങ്കിൽ കൂടിയും അത് നമ്മൾ താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത രസമായ ദാസരസത്തിലെങ്കിലും നമ്മൾ കയറി വരണം. അത് നമ്മൾ ആചാര്യന്മാരുടെ നിർദ്ദേശത്തോടുകൂടി പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ശാന്തരസത്തിൽ ആക്ടിവിറ്റീസ് ഇല്ല, ഡിവോഷണൽ സർവീസ് ഇല്ല, ന്യൂട്രൽ സ്റ്റേജ് ആണ്. അങ്ങനെയുള്ള സ്റ്റേജിൽ പതനം ഉറപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് പോസിബിൾ അല്ലേ, നമുക്ക് ഉയരാൻ പറ്റും. നോട്ട് ഇമിറ്റേറ്റ് ചെയ്യല്ല, ബട്ട് നമ്മൾ പരിശ്രമിച്ചാൽ വി ക്യാൻ ഗോ ഫ്രം വൺ സ്റ്റേജ് ടു അനദർ. അത് ബാക്കി രസങ്ങളിലെല്ലാം അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ രസം യഥാർത്ഥത്തിൽ ബേസിക്കലി ദാസരസമാണെങ്കിൽ മാധുര്യരസം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കയറി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ ആൾറെഡി ദാസരസമാണ്. അപ്പോൾ ഹനുമാന്റെ ഭാവത്തിലുള്ള ഒരു വ്യക്തിക്ക് മാധുര്യരസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് ദാസൻ തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് ബാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ശാന്തരസത്തിൽ നിന്നും തീർച്ചയായിട്ടും ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത് പ്രണാംസ് പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രഭുജി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി, ശാന്തരസത്തിൽ നിന്ന് തീർച്ചയായും ഉയരാൻ പറ്റുമെന്നുള്ളതിന് എക്സാമ്പിൾ അല്ലേ സനത്കുമാരാദികളെ. അതുപോലെ ആ ഒരു സനത്കുമാരാദികൾക്ക് തന്നെ നേരത്തെ ആ ഒരു രസത്തിൽ തന്നെ ആയിരുന്നല്ലോ. അവിടെ നിന്നല്ലേ ഭഗവാന്റെ പാദത്തിലെ തുളസീദളങ്ങളുടെ മണമേറ്റുകൊണ്ട് അല്ലേ അവർക്ക് രസം മാറിയത് യഥാർത്ഥത്തില് ഒരു ഭഗവാന്റെ അവിടെ ചെല്ലുന്ന അവസരത്തിൽ. അപ്പൊ ശാന്തരസത്തിൽ നിന്ന് ഉയരാനായിട്ട് സാധിക്കുമെന്നുള്ളത് അത് എക്സാമ്പിൾ അല്ലേ പ്രഭു? പിന്നെ സായുജ്യമുക്തിയാണല്ലോ ബ്രഹ്മജ്യോതിസിലേക്ക് കൊണ്ടുപോകുന്ന പ്രഭുജി പറഞ്ഞതനുസരിച്ച് സായുജ്യമുക്തിയെ കുറിച്ചല്ലേ പറഞ്ഞത്, ബ്രഹ്മജ്യോതിസിലേക്ക് പോകുന്നത്. അതൊന്ന് വ്യക്തമാക്കി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ചക്രയാണേ പ്രഭു. ഞാൻ ഇന്നലെ കാലത്തൊക്കെ പ്രഭുവിന്റെ അടുത്ത് ഇതിനെ പറ്റി സംസാരിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് 2-3 എക്സാമ്പിൾ പറഞ്ഞു തന്നു.
രസം എന്ന് പറയുന്നത് ഭഗവാനും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അത് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് വേണമെങ്കിലും ആവാം. അത് ഇന്നലെ നമ്മൾ 12 ഭാവങ്ങൾ പറഞ്ഞല്ലോ, 12 രസങ്ങൾ പറഞ്ഞല്ലോ. അതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കാവാം. ഈ ഭാവം എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പിൽ വരുന്ന ഫീലിംഗ് ആണ്. പ്രഭു പറഞ്ഞത് തന്നെയാണ്. അതായത് അത് ഇപ്പൊ ഒരു എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞത്, അച്ഛനമ്മമാർക്ക് അല്ലെ പാരന്റ്സിന് കുട്ടികളോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ, വാത്സല്യം എന്നുള്ള രസമാണ്. പക്ഷെ അത് അവർക്കൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിങ്ങിനെയാണ് ഭാവം എന്ന് പറയുന്നത് പറഞ്ഞു. ഒരു എക്സാമ്പിൾ അദ്ദേഹം വേറൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഭരത മഹാരാജാവ് വന്നിട്ട് ജഡഭരതനാവുന്നതിന് മുന്നേ ഭരത മഹാരാജാവ് കാട്ടിലേക്ക് പോയി, എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി അദ്ദേഹം സർവീസ് അവിടെ നിന്ന് സേവ ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ഭാവ സ്റ്റേജ് ആയിരുന്നു അദ്ദേഹം പറയുന്നത്. പിന്നീട് അത് മാറുകയുണ്ടായത്. ആ മാനിനെ കാണുന്നതിന് മുന്നത്തെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് പിന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഈ സ്റ്റേജ് ഉണ്ടല്ലോ, ഈ ഭാവങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതിന്റെ ഒരു എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻ വന്നിട്ട് എപ്പം നോക്കിയാലും ദാസ്യരസമാണ്. പക്ഷെ അദ്ദേഹം ശ്രീരാമചന്ദ്രന് ചെയ്യുന്ന സേവകൾ കണ്ടു കഴിഞ്ഞാല് ഭാവ സ്റ്റേജ് മാത്രമല്ല, ദാസ്യം എന്താ പറയാൻ, ദാസ്യം എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് അദ്ദേഹം എല്ലാ ഭാവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഭാവം എന്ന് പറയുന്നത് പല ഇന്റൻസിറ്റിയിലാവാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ ഗുരു മഹാരാജ്, ഓരോരുത്തർക്കും അവരുടെ ഗുരു മഹാരാജന്മാരുണ്ട്. അപ്പൊ ആ ഗുരുവിന്റെ അടുത്ത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞു. ചിലർ ദാസ്യമായിരിക്കും. എന്തായാലും നമ്മൾ എല്ലാവരും ഡിസേബിൾ എന്നുള്ള ദാസ്യമായിട്ടുള്ള ഭാവം തന്നെ, രസം തന്നെ ആയിരിക്കും. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി മാറും എന്ന് പറഞ്ഞു. ചിലർ വന്നിട്ട് മഹാരാജിനെ അപ്രോച്ച് ചെയ്യുന്ന മെറ്റീരിയൽ കാര്യങ്ങൾക്ക് വേണ്ടി, മഹാരാജ് എനിക്ക് ഇങ്ങനെ ഫാമിലിയിൽ പ്രോബ്ലം ഉണ്ട്, എനിക്ക് ജോലിയില്ല മഹാരാജ്, എനിക്ക് അനുഗ്രഹിക്കണം മഹാരാജ്, എനിക്ക് കാശ് വേണം, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മഹാരാജിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും. ചിലർ വന്നിട്ട് മഹാരാജിന് അങ്ങനെ ഒന്നും അപ്രോച്ച് ഇല്ല, അവർക്ക് വന്നിട്ട് മഹാരാജ് എനിക്ക് ഒന്നും വേണ്ട, അങ്ങയുടെ സേവ മാത്രം മതി എന്നുള്ള രീതിയിൽ മഹാരാജിനെ അപ്രോച്ച് ചെയ്യും. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പല തരത്തിലുള്ള കാഠിന്യം, അത് ഇന്റൻസിറ്റി ഉണ്ട്. ഭാവം എന്ന് പറയുമ്പോൾ ഭാവം ഇങ്ങനെ മാറി മാറി വരും. അതുകൊണ്ട് മാതാജി ചോദിച്ച ക്വസ്റ്റ്യൻ ഹനുമാന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അദ്ദേഹം വന്നിട്ട് ദാസ്യരസമാണ്, ഭാവ സ്റ്റേജിലാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഭാവ സ്റ്റേജിലായിരുന്നെങ്കിൽ കൂടിയും ഭയങ്കര ഇന്റൻസിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അദ്ദേഹം ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ചെയ്യുന്ന സേവ എന്ന് പറയുന്ന നേരത്ത് ഈ ഭാവ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രേമ സ്റ്റേജിന് തൊട്ട് മുന്നത്തെയാണെന്ന് പറഞ്ഞു, ഏറ്റവും ടോപ്പുള്ള പ്രേമ സ്റ്റേജിന്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും സ്വിച്ച് ആവാം. അത് കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള മുക്താത്മാക്കൾക്ക് വളരെ നല്ല രീതിയിൽ അത് മനസ്സിലാവും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ബ്രോ, നന്ദി ബ്രോ, വളരെ നന്നായിട്ട് പറഞ്ഞു. ശരിയാണ് ബ്രോ, കാരണം ഹനുമാൻ അദ്ദേഹത്തിന്റെ ഒരു സേവനം നോക്കുകയാണെങ്കിൽ ദാസ്യം മാത്രമല്ല, ചിലപ്പോ യജമാനെ പോലെ അവിടെ പെരുമാറാറുണ്ട്. രാമരുടെ ചില സിറ്റുവേഷനിൽ അവരെ സേവ് ചെയ്യാനും അവരെ ശുശ്രൂഷിക്കാനായിട്ട് അദ്ദേഹം ഈസ് ലൈക്ക് ഓണർ ഓഫ് ദ സീൻ എന്ന് പറഞ്ഞ പോലെ ആ രംഗങ്ങളിലൊക്കെ മാറിപ്പോയതായിട്ടും പറയുന്നുണ്ട്. വാത്സല്യം എടുക്കാറുണ്ട് അദ്ദേഹം, സഖ്യം മാത്രമല്ല. ശരിയാണ് പ്രഭു. അപ്പൊ ഭാവമല്ലേ മാറുന്നത് പ്രഭു, ഭാവമല്ലേ മാറുന്നത്? ആ ഭാവം മാറുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ മാതാജി അതൊരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. ഭാവാസ് മാറുന്നില്ല, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ മാറുന്നില്ലെന്നാണോ മാതാജി പറഞ്ഞത്? ഭാവം മാറുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം പ്രഭു. മാതാജി, നമുക്കപ്പോ ഇത് കുറച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു നല്ല മനോഹരമായ ഒരു ചർച്ചാ വിഷയമാണ്. നമുക്ക് തീർച്ചയായിട്ടും അത് ചോദിക്കാം. അത് നമ്മളെ മുതിർന്ന ഭക്തരുമായിട്ട് നമുക്ക് ഒന്നുകൂടി അത് ഡിസ്കസ് ചെയ്യാം. വളരെ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ ദയവായി ക്ഷമിക്കണം. ഇപ്പോ നമ്മുടെ രസത്തില് നമ്മൾ നോക്കുമ്പോൾ ശാന്തരസമായാലും സഖ്യരസമായാലും ദാസ്യരസമായാലും അല്ലെങ്കിൽ വാത്സല്യരസമായാലും ആതുരരസമായാലും ഇതിനകത്ത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫാക്ടർ എന്തെന്ന് വെച്ചാല് ശാന്തരസം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ദാസ്യമുണ്ട്. ഉദാഹരണത്തിന് മാധുര്യ രസമുള്ള ഗോപികമാർ ഭഗവാനെ സേവിക്കുന്നുണ്ട്, ദാസ്യം ചെയ്യുന്നുണ്ട്, സേവ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാത്സല്യ രസത്തിലും അവിടെ ആക്ടിവിറ്റീസ് ഇപ്പോ കുട്ടികൾ എന്നുള്ള രീതിയിൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്, അവിടെയും സേവനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സഖ്യരസത്തിലും ഭഗവാനെ അങ്ങോട്ട് സേവിക്കുകയാണ് ചെയ്യുന്നത്, സേവനം. അപ്പൊ ദാസന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ദാസൻ തന്നെയാണ്, സേവനം തന്നെയാണ്. അപ്പൊ ഇതിൽ ശാന്തരസം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫാക്ടർ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സേവന മനോഭാവം നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കണം എന്നാണ് ഇതിൽ നിന്നും നമ്മളാകുന്ന ജീവാത്മാക്കൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചോദ്യം ശാന്തരസത്തിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദേവികി മാതാജി പറഞ്ഞതുപോലെ
തീർച്ചയായിട്ടും പറ്റും. കാരണം ശാന്തരസം പ്രാക്ടീസ് ചെയ്തിരുന്ന കുമാരന്മാര് ഭഗവാന്റെ അടുത്ത ലെവലിലേക്ക് ശാന്തരസത്തിൽ നിന്നും മാറ്റമുണ്ടായി എന്നതുപോലെയാണ്. അപ്പോ കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്തെന്ന് ചോദിച്ചാൽ സർവീസാണ്. അപ്പൊ ഈ സർവീസ് നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, നമ്മുടെ ആക്ടിവിറ്റി ഭഗവാന്റെ സേവനമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഡിവോഷണൽ സർവീസ് എന്ന ലെവലിലേക്ക് എത്താൻ ശാന്തരസത്തിൽ നിന്ന് മാറിയാലേ പറ്റത്തുള്ളൂ. അത് ഇറ്റ് ഈസ് പോസിബിളുമാണ് എവിഡൻസ് ആയി. എന്നാൽ മറ്റു രസങ്ങളിലേക്ക് നമുക്ക് മാറാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എൻ്റെ അഭിപ്രായത്തിൽ പറ്റത്തില്ല എന്നാണ്. അതായത് അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് ഉള്ളത് കൊണ്ടാണ് അത് നമുക്ക് തിരിച്ചറിയേണ്ട ആവശ്യം വന്നിരിക്കുന്നത്. അത് മാറാൻ പറ്റുമെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ തെറ്റാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എന്നല്ലേ, മാറാൻ പറ്റുമെന്നല്ലേ. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ മാറാൻ പറ്റാത്ത അവസ്ഥ എന്നാണ്. അപ്പം ഭാവങ്ങൾ മാറിയേക്കാം, പക്ഷെ ഒരിക്കലും ഭഗവാനായിട്ടുള്ള ഈ രസം മാറ്റാൻ പറ്റില്ല, ശാന്തരസം ഒഴിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാക്കി നമുക്ക് പദ്മപ്രഭു പറഞ്ഞതുപോലെ മറ്റു ഡോട്ടീസിന്റെ കൺസൾട്ടേഷൻ കൂടി ചെയ്യാവുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു മാതാജി. നമുക്ക് ഇനി ദർശനം എടുത്താലോ മാതാജി? ഹരേ കൃഷ്ണ. പ്രഭു കാണാൻ വയ്യ പ്രഭു. ഹരേ കൃഷ്ണ. കാണാൻ പറ്റുന്നില്ലേ? കാണുന്നില്ലേ പ്രഭു? കാണാം, ഇപ്പം കാണാം.